ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിൽ സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീഷീസ് ഇൻ ന്യൂസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന നമ്മുടെ അതിഥി സ്പോട്ടഡ് പോൺ ടർട്ടിൽ എന്ന് പറയുന്ന ഒരു ടർട്ടിലാണ്. ഇതൊരു ഫ്രഷ് വാട്ടർ ടർട്ടിലാണ്. റീസെൻ്റ്ലി ഇതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒരു ന്യൂസിലേക്ക് ഒന്ന് പോകാം. ഇന്ത്യ സീസ് ഹയസ്റ്റ് സീഷർ ഓഫ് ബ്ലാക്ക് സ്പോട്ടഡ് ടർട്ടിൽ. ഇതൊരു ന്യൂസ് ആയിരുന്നു. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു ന്യൂസ് വളരെ റീസെൻ്റ് ആയിട്ട് വന്നു. നമ്മുടെ ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കിൽ അവിടെ എലിഫൻസിനെയൊക്കെ നോക്കാൻ നിർത്തുന്ന അവിടുത്തെ തന്നെ എംപ്ലോയീസ് ഈ പറയുന്ന ടർട്ടിലിനെ പിടിച്ച് കറി വെച്ച് കഴിച്ചു. അവരെ 3 പേരെ അറസ്റ്റ് ചെയ്തു. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു. അതായത് അവിടുത്തെ എംപ്ലോയീസ് തന്നെ, ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള ആളുകൾ തന്നെ ഇതിനെ പിടിച്ച് കറി വെച്ച് കഴിച്ചു. അപ്പൊ ഇങ്ങനെ റീസെന്റ് പല തവണ ന്യൂസിൽ വന്നിട്ടുള്ള ഒന്നാകുന്നു നമ്മുടെ സ്പോട്ടഡ് പോൺ ടർട്ടിൽസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. Spotted pond turtles are named for the yellow or white spots on their black heads, legs and tails. ഇതിന്റെ തലയിലും കാലുകളിലും വാലിലുമൊക്കെ കാണുന്ന വൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിഷ് കളറിലുള്ള സ്പോട്ടുകൾ കൊണ്ടാണ് ഇതിനെ സ്പോട്ടഡ് പോൺ ടർട്ടിൽസ് എന്നുള്ള ഒഫീഷ്യൽ പേര് വന്നത്. They have large heads and short snouts. വലിയ തലകളും ചെറിയ മൂക്കുമുള്ള ഒരു ടർട്ടിലാണ് ഇത്. ഇതൊരു ഫ്രഷ് വാട്ടർ ടർട്ടിലാണ്. ആൻഡ് ദെയർ വെബ്ഡ് ഫീറ്റ് ഹെൽപ്പ് ദം സ്വിം. അപ്പൊ ഇവയുടെ വെബ്ഡ് ആയിട്ടുള്ള ഫീറ്റ് അതിനെ സ്വിം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ഒരു ടർട്ടിലാണ് സ്പോട്ടഡ് പോൺ ടർട്ടിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിന് മറ്റ് കോമൺ പേരുകളുണ്ട്. ദേ ആർ ഓൾസോ നോൺ ആസ് ബ്ലാക്ക് പോൺ ടർട്ടിൽസ്, ബ്ലാക്ക് സ്പോട്ടഡ് ടർട്ടിൽ, ഹാമിൽട്ടൺസ് ടെറാപ്പിൻ. അപ്പൊ ടെറാപ്പിൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ടെറാപ്പിൻസ് ആണ്. ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ടർട്ടിൽസിനെ നമ്മൾ പൊതുവെ ടെറാപ്പിൻസ് എന്ന് പറയും. അപ്പൊ ഹാമിൽട്ടൺസ് ടെറാപ്പിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഈ ടർട്ടിൽ തന്നെയാണ്. ബ്ലാക്ക് പോൺ ടർട്ടിൽ, ബ്ലാക്ക് സ്പോട്ടഡ് ടർട്ടിൽ, ഹാമിൽട്ടൺസ് ടെറാപ്പിൻ എന്നെല്ലാം അറിയപ്പെടുന്നത് സെയിം ആള് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ദേ ബാസ്ക് ഇൻ ദ സൺ ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. അതായത് ഇവയുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് വെയിൽ കായുന്ന ശീലമുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്തുമൊക്കെ ചില പൂണ്ടുകളിലും തോടുകളുടെയൊക്കെ സൈഡിലൊക്കെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ഈ ആമകളും ചില സമയങ്ങളിൽ വെയിൽ കായാനായിട്ട് ഇതിന്റെ തീരത്തോ ഏതെങ്കിലും മരത്തിന്റെ കുറ്റിയിലോ ഒക്കെ കയറിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു രീതി നമ്മുടെ ഈ പറയുന്ന ബ്ലാക്ക് പോൺ ടർട്ടിലിനും ഉണ്ട്. ഇവ എന്ത് ചെയ്യും? ദേ ബാസ്ക് ഇൻ ദ സൺ ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. അവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വെയിൽ കായുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ദെയർ നീഡ് ഫോർ വാം വാട്ടർ ആൻഡ് ആൻ ഇന്റൻസ് ബാസ്കിംഗ് ഏരിയ ഈസ് ഇമ്പോർട്ടൻറ്റ്. ശരിക്കും അവർക്ക് വാം വാട്ടർ ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും അത് ലഭ്യമാകണമെന്നില്ല. അപ്പൊ ആ സമയത്താണ് അവർ ഈ ബാസ്കിംഗ് ഏരിയയിലേക്ക് വരിക. അതായത് ഈ സൺ ബാത്തിങ്ങിന് വേണ്ടി വരുന്ന, വെയിൽ കായാൻ വേണ്ടിയിട്ട് അവർ കയറി വരുന്നതാണ്. അപ്പൊ ആ ഒരു ഫീച്ചർ ഇവയുടെ പ്രത്യേകതയാണ് എന്നൊന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ഇനി ഇന്ത്യ, ദ സ്പീഷീസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് ഫ്യൂ പാർട്സ് ഓഫ് സെൻട്രൽ ഇന്ത്യ. പൊതുവെ നോർത്ത് ഈസ്റ്റിലാണ് ഇതിന് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുക. എസ്പെഷ്യലി പർട്ടിക്കുലർലി നമ്മുടെ ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിന് ധാരാളമായിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലും അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലുമൊക്കെ നമുക്ക് ഇതിനെ കാണാനായിട്ട് കഴിയും. ആൻഡ് ദീസ് ടർട്ടിൽസ് ആർ പ്രൈമർലി കാർണിവോറസ്. ഇവര് കാർണിവോറസ് ആണെന്ന് ഓർക്കുക. ആൻഡ് ഈറ്റ് അക്വാട്ടിക് ഇൻവെർട്ടിബ്രേറ്റ്സ്. അപ്പം ആ അക്വാട്ടിക് എൻവയോൺമെന്റിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള ജീവജാലങ്ങളെയൊക്കെ ഇവർ പിടിച്ചു കഴിക്കും. പ്രൈമർലി കാർണിവോറസ് ആണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ദി സ്പോട്ടഡ് പോൺ ടർട്ടിൽസ് ആർ ക്രപ്പസ്കുലാർ. അതായത് മീനിങ് ദേ ആർ മോസ്റ്റ് ആക്റ്റീവ് അറ്റ് ട്വിലൈറ്റ്. അതായത് ഡെസ്കിലും ഡൗണിലും, അതായത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ആക്റ്റീവായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഇപ്പൊ നമ്മൾ ചിലതിനെയൊക്കെ പറയുമ്പോൾ നൊക്ടേണൽ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, രാത്രിയിലാണ് ഇതിനെ പിടിക്കാൻ. അപ്പൊ നമ്മുടെ സ്പോട്ടഡ് ടർട്ടിൽസിന്റെ ഒരു പ്രത്യേകത, ഇവർ ഈ സ്പോട്ടഡ് പോൺ ടർട്ടിൽസ് എന്ന് പറയുന്നത് ട്വിലൈറ്റില്, അതായത് പ്രഭാതത്തിലും പ്രദോഷത്തിലും, അതായത് രാവിലെ ഏർലി മോർണിംഗിലും അതായത് സന്ധ്യയാകുന്ന സമയത്തും ആണ് ഇവർ ഏറ്റവും ആക്റ്റീവ് ആവുക. അപ്പൊ അങ്ങനെയുള്ള ജീവജാലങ്ങളെ നമ്മൾ പറയുന്ന പേരാണ്
ക്രെപ്പസ്കുലാർ എന്ന് പറയുക. അപ്പം ക്രെപ്പസ്കുലാർ ആണ് സ്പോട്ടഡ് പോൺ ടർട്ടിൽസ് എന്ന കാര്യം ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാർണിവോറസ് ആണ്, അതുപോലെ തന്നെ അവർ ഏത് സമയത്താണ് ആക്റ്റീവ് ആകുക എന്നുള്ളതും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി IUCN റെഡ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്, എൻഡേഞ്ചേർഡ് ലിസ്റ്റിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ ആ കാസിരംഗയിലെ ആളുകൾ പിടിച്ച് കറി വെച്ചെന്നും കൂടി ഓർക്കുക. അപ്പൊ അതുകൊണ്ടാണ് അതിന് അത്രയും വാർത്താ പ്രാധാന്യം കിട്ടിയതും കേട്ടോ. അപ്പൊ എൻഡേഞ്ചേർഡ് ലിസ്റ്റിലാണ്, IUCN റെഡ് ലിസ്റ്റിലെ എൻഡേഞ്ചേർഡ് ലിസ്റ്റിലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടില് 1972 ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടില് ഷെഡ്യൂൾ 1 വരുന്ന ഒരു ടർട്ടിലാണ് ഇതെന്നും ഓർത്തു വെക്കുക. അപ്പൊ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. ഇത്തവണത്തെ പ്രിലിംസിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു സ്പീഷീസ് ആണ് ഇവൻ. അപ്പൊ അതുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കീപ് ഗോയിങ്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.